ഗുരുവായൂരപ്പൻ കാണിക്കയായ ചക്കയിൽ കദളിപ്പഴം കായ്ച്ച കഥ അറിയാമോ? ഗുരുവായൂർ ക്ഷേത്രത്തിന് കുറച്ച് അകലെയായി ഒരു വീട്ടിൽ ഒരു വയസ്സായ ഒരു അമ്മ ഉണ്ടായിരുന്നു. ആ അമ്മയുടെ വീടിന് അടുത്ത് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. കുറെ കാലമായി പ്ലാവ് വളർന്നു നിൽക്കുന്നു, എന്നാൽ അത് കായ്ക്കുന്നില്ല. ഒരു ദിവസം ആ അമ്മ ആ പ്ലാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എന്തൊരു നാണക്കേടാണ്, വളർന്ന് പന്തലിച്ചു നിൽക്കുന്നു. ഇതുവരെ ഒരു ചക്ക കായ്ച്ചില്ലല്ലോ. ഈ പ്ലാവിൽ ഒരു ചക്ക ഉണ്ടായിട്ട് വേണം ഗുരുവായൂരപ്പന് ഒരു ചക്ക കൊണ്ടുപോയി കൊടുക്കുവാൻ. പക്ഷെ നീ കായ്ക്കാതെ ഇങ്ങനെ നിന്നാൽ ഞാൻ എന്താ ചെയ്യുക? അങ്ങനെ അമ്മ ഇടയ്ക്ക് ആ പ്ലാവിനോട് വളരെ വാത്സല്യത്തോടെ സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം അമ്മ വീണ്ടും പ്ലാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ എത്ര നാളായി പറയുന്നു ഒരു ചക്ക തരുവാൻ. ഒരു ചക്ക തന്നാൽ അത് ഞാൻ കണ്ണന് സമർപ്പിക്കാം. 2 ചക്ക തരികയാണെങ്കിൽ ഒന്ന് ഞാനെടുത്ത് മറ്റേത് ഞാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കാം. അങ്ങനെ അമ്മ സങ്കടം പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ചക്ക ഉണ്ടാകുന്ന സമയം ആയപ്പോൾ ആ പ്ലാവിൽ 2 കുഞ്ഞു ചക്കകൾ ഉണ്ടായിരിക്കുന്നു. ഇത് കണ്ട് അമ്മക്ക് വളരെ സന്തോഷമായി. അപ്പോൾ അമ്മ പറഞ്ഞു, കണ്ണന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ ഇതിൽ ഫലം തരുവാൻ തുടങ്ങിയല്ലേ? എന്തായാലും നല്ല കാര്യം. അതിലൊരു ചക്ക കണ്ണന് കൊടുക്കാം, മറ്റൊന്ന് ഞാൻ എടുക്കും. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു ചക്ക നന്നായി വലുതായിട്ടുണ്ട്, എന്നാൽ മറ്റേ ചക്ക കുറച്ച് ചെറുതാണ്. ശരി, വലിയ ചക്ക കണ്ണന് കൊടുക്കാം, ചെറിയ ചക്ക ഞാൻ എടുക്കാം. അങ്ങനെ ഒരു വൈശാഖ മാസമായി ആ അമ്മ കണ്ണനെ കാണുവാനായി പോകുവാൻ തീരുമാനിച്ചു. അപ്പോൾ ചക്ക പാകമായിരിക്കുന്നു. അങ്ങനെ ചക്ക ഇട്ടു. ചക്ക താഴെ എത്തിയപ്പോഴാണ് ആ അത്ഭുതം അവർക്ക് എല്ലാം ഉണ്ടായത്. ആ ചക്കയുടെ ഞെട്ടിക്ക് താഴേക്ക് ചക്കയിൽ കദളിപ്പഴം ഉണ്ടായിരിക്കുന്നു. ആ അമ്മയുടെ ആഗ്രഹം ഭഗവാൻ കേട്ടു. അങ്ങനെ അമ്മ സന്തോഷത്തോടെ ആ ചക്ക ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു.